ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹമിടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഷെയർചാറ്റ് എന്ന ആപ്ലിക്കേഷനിൽ വന്ന ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഈ ഷെയർചാറ്റ് ആപ്ലിക്കേഷൻ എന്താണെന്നും ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നിലവിലുള്ള അപ്ഡേറ്റിനെ കുറിച്ച് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതുപോലെ ഷെയർചാറ്റ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡൗട്ടുകളെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഹമിടെക് ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഷെയർചാറ്റ് എന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ചധികം ലാംഗ്വേജസ് ഉണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാൻ ഞാനിപ്പോൾ തൽക്കാലം മലയാളം ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പേര്, ഫോൺ നമ്പർ, പിന്നെ ജെൻഡർ, വയസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് എൻ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്കും നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേ ഫോൺ നമ്പറും പേരും കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാനും സാധിക്കും. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതായിരുന്നു, അതുകൊണ്ട് അതേ സെയിം ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസും കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന അക്കൗണ്ടിൽ കയറാമെന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ OTP എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് കൊടുത്തിരിക്കുന്ന നമ്പർ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് OTP റീഡ് ചെയ്തോളും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ OTP ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ റീഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെയർചാറ്റിൻ്റെ ഹോം പേജ്. ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്കിവിടെ പെർമിഷൻസ് ഒന്നും ചോദിക്കാത്തത്. നിങ്ങൾ പുതുതായിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷനിലോട്ട് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അതെല്ലാം അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഷെയർചാറ്റിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റാണ്. നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാം. വാട്സപ്പിലൊക്കെ നമ്മൾ സ്റ്റിക്കർ അയക്കാറില്ലേ, അതേ തരത്തിലുള്ള സ്റ്റിക്കർ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റിക്കർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് ചൂസ് ചെയ്യുകയാണ്. ആ ഇമേജിൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സിമ്പിൾ കണ്ടോ, ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ നമുക്ക് ഏത് ഷേപ്പ് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഇതിൽ ഏത് ഷേപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. തൽക്കാലം ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യുകയാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി 2-3 സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം മുകളിൽ കാണുന്ന ഈ ആരോയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നുള്ള മെസ്സേജ് വന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പിലോട്ട് ആഡ് ചെയ്യണോ എന്നും ചോദിച്ചുകൊണ്ട് ഒരു പെർമിഷൻ മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ആ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ വാട്സപ്പിലൂടെ സ്റ്റിക്കർ ആഡ് ചെയ്യുന്നത് കൂട്ട് തന്നെ ഇവിടെ ഇമോജീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൂന്നാമത് കാണുന്ന ഈ സ്റ്റിക്കർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ ഷെയർചാറ്റിൻ്റെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഷെയർചാറ്റ് വഴി ആഡ് ചെയ്ത എല്ലാ സ്റ്റിക്കറും ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷെയർചാറ്റ് എന്ന ആപ്ലിക്കേഷൻ വഴി സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യുകയും വാട്സപ്പിലൂടെ മറ്റും സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. ആ ഡൗട്ടുകൾ എന്തെന്നും അത് എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു സുഹൃത്ത് ചോദിച്ച ഒരു ഡൗട്ടാണ്, ഇതിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക, അതിന് പറ്റുമോ എന്നാണ്. ഇതിന് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് തൊട്ട് തന്നെ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു ഫോൺ നമ്പർ യൂസ് ചെയ്ത്. അതേ ഫോൺ നമ്പർ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു സുഹൃത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഷെയർചാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫ്രണ്ട്സുമായിട്ട് എങ്ങനെ ചാറ്റ് ചെയ്യാം എന്നത്. അത് നമുക്ക് എങ്ങനെയെന്നൊന്ന് നോക്കാം. ഇവിടെ താഴെയായിട്ട് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കൂട്ടുകാർക്ക് കാണാമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഗ്രൂപ്പ്, നോൺ, അൺനോൺ തുടങ്ങിയ 3 ഓപ്ഷൻ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുമല്ലോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ താഴെ സ്റ്റാർട്ട് ചാറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക.
ഇതിൽ ആരടുത്ത് വേണമെങ്കിലും നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെന്ന് വെച്ചാൽ അവരുമായിട്ട് ഇതുപോലെ ചാറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫ്രണ്ടിനെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന തൊട്ട് ഇവിടെ നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഷെയർചാറ്റ് അക്കൗണ്ട് എങ്ങനെ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാമെന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ താഴെയായിട്ട് കൂട്ടുകാർക്ക് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സെറ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കാണാമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ ഇവിടെ ലോഗൗട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലോഗൗട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും. ഇനി പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രൈവസി സെറ്റിംഗ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് ഡീആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് കൊടുത്ത അതേ ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഓക്കെ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറൊക്കെ വീണ്ടും ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് നോക്കിയ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഷെയർചാറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.